വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ സോട്ട് ആൻഡ് പേപ്പർ. എല്ലാവർക്കും സുഖമാണോ? നിങ്ങൾ എൻ്റെ ചാനൽ പുതിയതായിട്ടാണെങ്കിൽ എൻ്റെ പേര് റാണി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ഞാൻ നേഴ്സസിൻ്റെ വീഡിയോ കുറച്ച് ഇട്ടിരുന്നു. എനിക്ക് ഒരുപാട് കമൻറ്റുകൾ അതിനെപ്പറ്റി വരുന്നുണ്ട്. നല്ല ഒരുപാട് റെസ്പോൺസ് ഉണ്ട്. പക്ഷെങ്കിൽ ഈ വീഡിയോ കാണാതെ വന്നിട്ട് കുറേ പേര് വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അതിനർത്ഥം നിങ്ങൾ ഒന്നുകിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു എന്നുണ്ടെങ്കിലും അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിൽ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷനോട് വരും. അതിനുശേഷം അതിലൂടെ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങളോട് പറയേണ്ട കാര്യം വരികയില്ല. അപ്പോൾ ഇത് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി ഒരു കാര്യങ്ങളെ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുണ്ട്. എനിക്കൊരു ഫേസ്ബുക്ക് പേജ് കൂടെ ഉണ്ട്. അതിൻ്റെ പേര് facebook.com/RanisLittleWorld. അതിനകത്ത് ഞാൻ യൂട്യൂബിൽ ഇടാത്ത കുറച്ച് വീഡിയോ കൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ന്യൂ ആയിട്ട് അതിനകത്ത് ഉണ്ടാവും. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പേജ് ലൈക്ക് ചെയ്തിട്ട് അതിനകത്ത് മെസ്സേജ് ഇട്ടാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ? അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, നമുക്ക് ഒത്തിരിയും നമ്മൾ ഡ്രസ്സൊക്കെ തയ്ച്ചതിൻ്റെ മിച്ചം തുണികൾ വരും. അല്ലെങ്കിൽ നിങ്ങൾ തയ്യക്കടകളിൽ ചില തുണികൾ തയ്ക്കാൻ കൊടുക്കും. നിങ്ങൾ ഓർക്കും, അയ്യോ അതിൻ്റെ തുണിയുടെ ആ എക്സ്ട്രാ തുണികളൊക്കെ കിട്ടുന്നത് എനിക്ക് എന്തെങ്കിലും അതുകൊണ്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ വെട്ട് തുണികളൊന്നും തന്നെ കളയരുത്. ഇതിപ്പം എന്തേണ്ട്, ഈ തുണി കണ്ടോ? അപ്പോൾ ഈ തുണി എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ഒരു ചേച്ചിയുണ്ട് ഇവിടെ. ആ ചേച്ചി തന്ന ചുരിദാർ എനിക്ക് എൻ്റെ അടുത്ത് ഓർഡർ ചെയ്യാൻ തന്നായിരുന്നു. ആ തുണിയുടെ മിച്ചം തുണിയാണ്. ഇത് കാണുമ്പോൾ എൻ്റെ അടുത്ത് ഓടി വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും തരത്തില്ല കേട്ടോ. അപ്പം ഈ തുണി കൊണ്ടാണ് ഇന്ന് നമ്മൾ പിള്ളേരുടെയൊക്കെ ഉടുപ്പയിൽ നമുക്ക് വെക്കാവുന്ന ഫ്ലവേഴ്സ്, അല്ല അവർക്ക് ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ പറ്റും. ഹെയർ ബാൻഡിലൊക്കെ ഫ്ലവർ വെക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ബാൻഡുകളിലൊക്കെ നമുക്ക് മുടിയൊക്കെ പിന്നിട്ടിട്ട് കെട്ടാനോ അല്ല പൊണിറ്റയിലൊക്കെ കെട്ടിയിട്ട് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെയൊക്കെയുള്ള അതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന, അല്ല അതുപോലെ ഇങ്ങനത്തെ ബാൻഡുകളെ സിമ്പിൾ പ്ലെയിൻ ആയിട്ടിരിക്കുന്ന ഇങ്ങനത്തെ ബാൻഡുകളെയൊക്കെ ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുന്ന ഫ്ലവേഴ്സാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇത് വാഷ് ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നമില്ല. വളരെ സിമ്പിൾ മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. റെഡിയല്ലേ? അപ്പം നിങ്ങളുടെയുള്ള ഏതെങ്കിലും ഒരു തുണി എടുക്കുക. ഒന്നും കിട്ടിയില്ല ചേട്ടൻ്റെ മുണ്ടിൻ്റെ തുമ്പാളിൽ എടുക്കുക. ഓക്കെ, റെഡി? ഇപ്പം നമ്മുടെ ഈ തുണി ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്തൊന്ന് വെട്ടിയെടുക്കുക. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതിനുശേഷം 2.5 ഇഞ്ചസ്, സെൻറ്റിമീറ്റർ അല്ല കേട്ടോ, ഇഞ്ചസ് നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. അതായിരിക്കും ഈ തുണിയുടെ വിഡ്ത്തായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്. 2.5. ഏത് തുണി ഉപയോഗിക്കാം, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ തുണി. നല്ല ഭംഗിയായിരിക്കും ചെയ്തു വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുപോലെ സാറ്റിൻ തുണിയിലും ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 2.5 എടുത്തില്ലേ, എന്നിട്ട് നമ്മൾ ഇതിനെ നമുക്ക് ഇതിൽ നല്ല നീളത്തിൽ എടുക്കണമെങ്കിൽ എടുക്കാം, നോ പ്രോബ്ലം. ഞാനിപ്പം അത്യാവശ്യം വേണ്ടത് മാത്രം എടുത്താൽ മതി. ഇതാ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ മുറിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് എന്നാ എടുക്കണം, ഇത് 2.5 വിഡ്ത്ത്. ഇത് ശരിക്കും 2.5 വീതിയും നീളവുമുള്ള ഒരു പ്രോപ്പർ സ്ക്വയർ ഷീറ്റായിട്ട് ഇതിനെ നമ്മൾ മുറിച്ചെടുക്കാൻ പോവാം കേട്ടോ. ഇത് ഒരു 2.5 ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ജസ്റ്റ് ഹാഫ് നമുക്കൊന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് ഇതിനുള്ളിൽ നിൽക്കുന്ന ഒരു വട്ടം വരയ്ക്കുക. അത് വലിയ പ്രോപ്പർ ആവണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ വരച്ചോ കേട്ടോ. ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി പ്രോപ്പർ വട്ടം വേണമെന്നൊന്നുമില്ല, ഏകദേശം ഒരു വട്ടം. ഇത് നമുക്ക് സ്കൂളല്ലല്ലോ, നമ്മുടെ ടീച്ചർ നമ്മുടെ ചെവിക്ക് പിടിക്കാൻ എന്തായാലും വരത്തില്ല. ഇതാ കണ്ടോ, ഒരു വട്ടം. എൻ്റെ വട്ടം കണ്ടപ്പോൾ നിങ്ങൾക്ക് വേറെ സൈഡേ കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങളിതിനെ കട്ട് ചെയ്തെടുക്കുക കണ്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എളുപ്പമായി. ഇതുപോലെ തന്നെ നമുക്കൊരു 6 പെറ്റൽസ് ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കൊരു 6 വെട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ്ട് നമ്മുടെ 6 വട്ടത്തിലുള്ള തുണികളും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മുടെ സൂചിയും നൂലും എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൂചിയും നൂലും എടുക്കാം. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇതിന് ഇന്ന സൂചിയെന്നോ ഇന്ന നൂലെന്നോ ഒന്നുമില്ല കേട്ടോ. നല്ല കട്ടയായിട്ട് നൂലും സൂചിയും റെഡിയാക്കുക. എന്നിട്ട് നമ്മളുണ്ടാക്കി ഈ വട്ടം കണ്ടോ, ഇതിൽ നമ്മളിതിങ്ങനെ ഫോൾഡ് ചെയ്യുക. സി, ഫോൾഡ് ചെയ്ത് കണ്ടോ. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ അറ്റത്തുനിന്ന് നമ്മൾ തയ്ച്ചു തുടങ്ങാൻ പോവാം. സി കണ്ടോ, ഇച്ചിരി അകത്തേക്ക് തയ്ച്ചു, ഒരു കുഴപ്പമില്ല കേട്ടോ. ഭംഗിയുള്ളൊരു പെറ്റലായി നിങ്ങൾ കണ്ടോ, ഒരു സുന്ദരി പെറ്റല്. അപ്പം ഇതുപോലത്തെ നമ്മൾ ഒരു 6 പെറ്റൽസ് ഉണ്ടാക്കാൻ പോകും. ഒരു പെറ്റലോട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. എന്നെ ഈസിയാന്ന് നോക്കിയേ. ഇതാ വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ മടക്കിയെടുത്തു. എന്നിട്ട് ഈ അറ്റത്തു നമ്മൾ തയ്ച്ചു വരുവാണേ. നിങ്ങളും റെഡിയാണോ? അതോ എൻ്റെ കൂടെ തയ്ക്കണുണ്ടോ?
പഠിച്ചോളൂ. വെരി ഈസി. ഇങ്ങനെയൊക്കെ ഈസി ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ചെയ്യാൻ എന്നൊക്കെ കാര്യങ്ങളുള്ളതെന്നറിയാമോ? ഇപ്പം സീരിയൽ കാണാൻ ആഗ്രഹമുള്ളവരാണ് സീരിയൽ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ആ പരസ്യത്തിനിടയ്ക്ക് നീ പണിക്ക് പോകും കേട്ടോ. ഇതാ 2 പെറ്റൽസ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് 6 എണ്ണം കോർത്തെടുക്കാം. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ കേട്ടോ. 6 പെറ്റൽ അല്ല, നമുക്ക് 5 എണ്ണം മതി. 5 പെറ്റൽ. 5 പെറ്റൽ കേട്ടോ. ഇതിനെ നമ്മൾ ഒന്ന് കോർത്തതിന് ശേഷം ഒന്ന് മുറുക്കി കൊടുക്കുക. മുറുക്കി കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനകത്ത് നമുക്കൊന്ന് ചെറുതായിട്ട് തയ്ച്ചേക്കാം. അപ്പോൾ ഇവന് അനങ്ങത്തില്ലല്ലോ. ഇതാ ഇതുപോലെ നമുക്കൊന്ന് തയ്ച്ചു കൊടുത്തു. തയ്ച്ചു കൊടുത്തു. അപ്പം ഒരു അനങ്ങത്തില്ല കേട്ടോ, അവിടെ ഇരുന്നോളൂ. ഇതാ റെഡിയായില്ലേ? ഇനി എന്ത് ചെയ്യും? നമുക്കിതിനെ കൂടെ ഒന്ന് കണക്ഷൻ കൊടുക്കുക. അപ്പോൾ പിന്നെ ഇവർ ഒട്ടും അനങ്ങാതെ അവിടെ ഇരിക്കും. എന്നിട്ട് നമുക്ക് ഈ പെറ്റൽസിനെയൊക്കെ ഒന്ന് സുന്ദരിമാരാക്കി വെക്കാം. ഇതിനെ കൂടെ കൂട്ടിത്തേ ഇതുപോലെ എതളോട്ടോ മറ്റേ എതളോട്ടൊന്ന് കൂട്ടി കൊടുത്തു ജീവൻ. നൂല് ഉപയോഗിച്ചാൽ ഏറ്റവും നല്ലത് കേട്ടോ. ഈ കളർ തന്നെ ഉപയോഗിക്കാമെങ്കിൽ പിന്നെ എന്നാ ഒരു ശകലം പ്രശ്നം വന്നാലും അറിയില്ല. ഇത്ര ഉള്ളായിരുന്നോ എന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? ഇപ്പം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാം ഈസിയാണ്. നമ്മളെന്തും ചെയ്യത്തില്ലേ. ഇതിൻ്റെ 2 സൈഡും ഭംഗിയായിരിക്കും കേട്ടോ. നമ്മളിപ്പം എന്നിട്ട് നമ്മൾ സാധാരണ നമ്മൾ കെട്ടിടത്തില്ലേ എന്ന് പറഞ്ഞാൽ ഏത് രീതി വേണമെങ്കിലും കെട്ടിടാം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ആ രീതി നിങ്ങൾ അല്ല അറിയാവുന്ന പോലെ നിങ്ങൾ കെട്ടിട്ട് വെച്ചോ. ഇതാ പണിത്. ഇതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ ഫിനിഷിങ് ലുക്ക്. ഇതാ ഇവരൊക്കെ എന്നിട്ടൊന്ന് വൃത്തി വെച്ച് കൊടുത്താൽ മതി. അവർ നന്നായിട്ടിരുന്നോളൂ. സുന്ദരിയായില്ലേ? നമ്മൾ ഇത് മുഴുവൻ തയ്ച്ച് തീർന്നു കഴിഞ്ഞപ്പോൾ കിട്ടിയ ലുക്കാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇതിൻ്റെ നടുഭാഗം കാണാൻ ഒരു ഭംഗിയില്ലല്ലോ, ഇത് ആകെ ഒരു മെസ്സപ്പായിട്ടിരിക്കുന്നില്ലോ. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? ഒരു ബീഡ്സോ അല്ലെങ്കിൽ ഇതിനകത്തൊരു കല്ലോ എന്തേലും വെച്ച് കൊടുക്കാം നമുക്ക് ഇതിനകത്തോട്ട്. ഇതാ ഇപ്പം എങ്ങനെയുണ്ട്? നീ കൂടുതൽ മുത്ത് വെക്കണോ? എന്നാലും സന്തോഷമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മുത്ത് വെക്കാം. ഇത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇനി ഇവിടെയൊക്കെ മുത്ത് വെക്കണോ? എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളൊന്ന് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ വരുന്നു എന്നൊന്ന് കണ്ടു നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് മുത്തിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ സിമ്പിളായിട്ട് ഒരു മെത്തേഡ് കാണാം. നമുക്ക് ഈ മുത്തിനെ ഒന്നുകിൽ സൂചി നൂല് ഉപയോഗിച്ച് തയ്ച്ച് പിടിപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അതിനെ ഒട്ടിച്ച് വെക്കാം, അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ ഉണ്ടെങ്കിൽ ഒട്ടിച്ച് വെക്കാം. നോ പ്രോബ്ലം. ഇവന് അനങ്ങത്തേ ഇല്ല. ഇനി ഇതിനെ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നല്ലേ? ഒന്നുകിൽ നിങ്ങൾക്ക് നമുക്ക് കുഞ്ഞുങ്ങളുടെ ഉടുപ്പിൽ ഇതുപോലത്തെ പല വലുപ്പത്തിൽ, ഇപ്പം ഞാൻ 2.5 ഇഞ്ചിൻ്റെ വീതിയിലാണ് നമ്മൾ എടുത്തത്. നമ്മൾ ആ വട്ടം ഉണ്ടാക്കി എടുത്തത്. അതിന് പകരം നിങ്ങൾക്ക് 2 ഇഞ്ചസ് ഇതിലും കുഞ്ഞുതുണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. അങ്ങനെ പല വലുപ്പത്തിൽ നിങ്ങൾക്ക് ഇതിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് ഉടുപ്പിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഉടുപ്പിൻ്റെ ചുറ്റും വെക്കാം, അല്ലെങ്കിൽ നമ്മൾ ഈ ബോർഡർ കൊടുക്കത്തില്ലേ പിള്ളേരുടെ വേസ്റ്റിൻ്റെ ഭാഗത്ത്, അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കുഞ്ഞു പിള്ളേരുടെ ഉടുപ്പൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ കുഞ്ഞിരി പൂക്കളും കൊണ്ട് നിങ്ങളുടെ ചുരിദാറുകളെ വേണേലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? എന്തായാലും ഇന്ന് ഞാൻ ഇവിടുത്തെ തലയിൽ വെക്കുന്ന ഹെയർ ബാൻഡുകളൊക്കെ എങ്ങനെയാണ് ഇതും കൊണ്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുത്തിന് പകരം എല്ലാം കൊണ്ട് ഭംഗി ഈ മിറർ വെച്ചപ്പോഴാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കും അങ്ങനെ തോന്നില്ലേ? അപ്പം നമുക്ക് ഈ മിറർ ഒന്ന് വെച്ച് നോക്കാം. ഇതൊന്നും ചെയ്യാത്ത മിററാണ്. നിങ്ങൾക്ക് വേണേൽ തുന്നി പിടിപ്പിക്കാം കേട്ടോ. ഞാൻ എന്തായാലും ഈ ഗ്ലൂ ആദ്യം ഇവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോകും. എന്നിട്ട് നമ്മൾ ഈ മിററിനെ ഇതിൻ്റെ നടുഭാഗത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. പെട്ടെന്ന് ഗ്ലൂ ഗൺ ഉപയോഗിക്കുമ്പോഴേക്കും ഒട്ടുന്ന കേട്ടോ. സെക്കൻഡ്സ് കൊണ്ട് ഇവർ ഒട്ടിപ്പിടിച്ചോളും കേട്ടോ. ഇതൊരെണ്ണം ഉണ്ടെങ്കിൽ വാങ്ങുമായിരുന്നേ നല്ലതായിരുന്നു നിങ്ങളെല്ലാവരും കേട്ടോ. എനിക്കിഷ്ടമാണ്. എന്നിട്ട് നമ്മളിതാ ഇതിൻ്റെ ചുറ്റും നമുക്കൊന്ന് ഗ്ലൂ ഒട്ടിച്ചു കൊടുക്കാം. ചുറ്റും നമുക്ക് ഇങ്ങനെ ഗ്ലൂ ഒട്ടിച്ചതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഇവൻ ഒട്ടിക്കോളും. ഇതാ കാര്യം. അപ്പോൾ ഇതിലിങ്ങനെ നൂല് പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാം. അതിന് ഇച്ചിരി ഒന്ന് ഉണങ്ങി കഴിയുമ്പോഴേക്കും ഇങ്ങനെ പറിച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ പോരും കേട്ടോ. അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കണ്ട. ഇത്രേ ഉള്ളൂ കാര്യം. എത്ര പെട്ടെന്ന് ഉണങ്ങിയെന്ന് നോക്കി. ഇതാ ഇപ്പോൾ കൂടുതൽ ഭംഗിയായെന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ തോന്നില്ല? അതുപോലെ തന്നെ മുത്ത് വെച്ചതിന് നല്ല ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ പിള്ളേരുടെ ഉടുപ്പിലൊക്കെ വെക്കുമ്പോൾ എല്ലാം ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഷോളുകളിലൊക്കെ വെക്കാൻ പറ്റും കണ്ട് എൻ്റെ ചെറിയ ചെറിയ ഫ്ലവേഴ്സും. അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്ക് ഇതുപോലത്തെ ഹെയർ ബാൻഡുകളിലോട്ടൊക്കെ പിടിപ്പിക്കുന്നത് നമുക്കൊന്ന് കണ്ടു. ആദ്യം ഇതുപോലെ തന്നെ കുഞ്ഞായിട്ട് വട്ടത്തിൽ ഒന്ന് തുണി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിത് ഇതുപോലെ മടക്കുക. മടക്കിയിട്ട് ഇവിടെ ഒരു കട്ട്, അതുപോലെ തന്നെ ഇച്ചിരി ഇങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ ഒരു കട്ട്. ഇതാ അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടും നിങ്ങൾക്ക്. ഉണ്ടോ? തുറന്നു കഴിയുമ്പോൾ കാണാമല്ലോ നിങ്ങൾക്ക്. ഇതാ ഇത്ര ഉള്ളു കാര്യം. എന്നിട്ട് ഇതുപോലത്തെ ഒരു കുഞ്ഞു പീസ് കട്ട് ചെയ്യുക. ഫ്ലവറിൻ്റെ വലുപ്പം എപ്പോഴും നോക്കുക, അതിനെ കവിഞ്ഞു പോകരുത്. ഓക്കെ, ചെറിയൊരു പീസ് ഇതുപോലെ വെട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇതുപോലെ കെട്ടിയെടുക്കുക.
കുരിശ് പോലെ കണ്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിലോട്ട് ഇച്ചിരി ഗ്ലൂ തേച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഗ്ലൂവ് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഗ്ലൂ വെച്ചതിന് ശേഷം ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് ഈ പോർഷൻ എടുത്ത് അങ്ങോട്ട് അടച്ചു. ആൻഡ് ദെൻ ഈ പോർഷൻ എടുത്ത് ഇങ്ങോട്ട് അടച്ചു. പിന്നെ ഇവൻ അനങ്ങത്തില്ല കേട്ടോ. കേട്ടോ ഇതിപ്പോൾ ഇവിടെ ആയി ഓൾറെഡി. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഗ്ലൂവും കൂടെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് കുറച്ച് ഗ്ലൂ ഒട്ടിച്ച് ഇവനെ ഇങ്ങനെ ഫിറ്റ് ചെയ്യാം അല്ലെ. അപ്പോൾ നമ്മുടെ ഫ്ലവർ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഹെയർ ബാൻഡ് കണ്ടോ, നമുക്ക് തലയിലിടുന്ന ഹെയർ ബാൻഡ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായില്ലേ, ഇഷ്ടപ്പെട്ടോ? ഇങ്ങനത്തെ ഹെയർ ബാൻഡുകൾ നിങ്ങൾക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് ജസ്റ്റ് പ്ലെയിനാണ്. ഇത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള നല്ല ഫംഗ്ഷനുകൾക്കുള്ള, ഇപ്പം വെഡ്ഡിങ്സിനാണെങ്കിലും ഒക്കെ ഉള്ള ക്രൗൺസ് ഇതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഹോളി കമ്മ്യൂണിയൻസിൻ്റെ ക്രൗൺസ് ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഏത് തരത്തിലുള്ള ക്രൗണും ചെയ്തെടുക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഇത്. നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആക്കണമെങ്കിൽ ബ്യൂട്ടിഫുൾ ആക്കാം. മനോഹരമായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ്. ഇത് നിങ്ങൾക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ കിട്ടും, കടകളിൽ കിട്ടുമല്ലോ, സിമ്പിളായിട്ടുള്ള ഇതുപോലത്തെ ഹെയർ ബാൻഡുകൾ. അത് വാങ്ങിയതിന് ശേഷം അതാകുമ്പോൾ നിങ്ങൾക്ക് പല കളറുകളിൽ കിട്ടും. അത് നിങ്ങൾക്ക് നൂലോ അല്ല തുണിയോ ഒന്നും ചുറ്റിയെടുക്കേണ്ടി വരത്തില്ല. നമ്മളിതാ ഫിനിഷ് ചെയ്തു, ഫിനിഷിങ്ങിലായിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ഉണ്ടാക്കി ആ ഫ്ലവർ ഇതിലോട്ട് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം നിങ്ങൾക്ക്. ഇതാ നമ്മൾ നേരത്തെ ഹെയർ ബാൻഡ് പൂ വെച്ച് ഒട്ടിച്ചു കൊടുത്തില്ലേ, അതേ മോഡലിൽ തന്നെയാണ് നമ്മൾ ഈ ബാൻഡിലോട്ട് ഈ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഈ ഫ്ലവർ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. പക്ഷെ നല്ല ഭംഗി തോന്നില്ലേ, ബ്യൂട്ടിഫുള്ളാ. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സാറ്റിൻ തുണിയുണ്ട്, നമ്മൾ നേരത്തെ കാണിച്ച അതേ ഫ്ലവറാണ്. അതിനകത്ത് ഞാനൊരു പേള് വെച്ച് കൊടുത്തു എന്ന് മാത്രം. ഇതിനെ ഞാൻ ഇതുപോലത്തെ ക്ലിപ്പ് ഇതുണ്ടോ, ഇതിൽ ഫിറ്റ് ചെയ്തിട്ട് പിള്ളേരൊക്കെ തല ചുമ്മാ ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. അറിയാലോ എങ്ങനെ കുത്തി കൊടുക്കേണ്ടത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ എടുത്ത പോലെ തന്നെ ഒരു കുഞ്ഞു വട്ടത്തിൽ മുറിച്ചെടുക്കുക. എന്നിട്ട് രണ്ട് സൈഡിൽ ഇതുപോലെ തന്നെ കട്ട് ചെയ്യുക. മറന്നു പോയിരിക്കാനാണ് ഞാൻ വീണ്ടും ഇതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു കുഞ്ഞു പീസ് വീണ്ടും എടുക്കുക. ഇതിലേക്ക് നമ്മൾ കയറ്റി ഇപ്പുറത്തിറക്കുന്നു. ഇതായിരിക്കും അത് ഹോൾഡ് ചെയ്യാൻ പോകുന്ന പാർട്ട്. ഓക്കെ, മനസ്സിലായില്ലേ ഇപ്പോൾ? എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഇതിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഗ്ലൂ ഗൺ ഉപയോഗിച്ചിരിക്കുന്നു. എന്നിട്ട് ഇതിനെ അകത്തോട്ട് ഇങ്ങനെ ഒട്ടിക്കുന്ന ഒരു പീസ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, നിങ്ങൾ കണ്ടോ? അപ്പോൾ ഇതിനി അനങ്ങാതെ ഇവിടെ ഇരിക്കും. ഇനിയാണ് നമ്മൾ ഈ പാട്ടിലേക്ക് നമ്മുടെ ഇത് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. ഈ ഫ്ലവറിന് ഇതാ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പോണ്. ഇനിയിപ്പോൾ അനങ്ങത്തില്ല. ഇപ്പോൾ നിങ്ങൾ തോന്നുക അയ്യോ ഇതിനി എക്സ്ട്രാ പാർട്ട് വല്ലതും കാണുമെന്ന്, അതിനെ നിങ്ങളങ്ങ് കട്ട് ചെയ്ത് വിട്ടാൽ മതി. ഇപ്പോൾ ഞാൻ എളുപ്പത്തിൽ ഇത് പ്ലാൻ ചെയ്തല്ലാതെ ഞാൻ ചുമ്മാ കാണിച്ചു തന്നോളൂ. കൂട്ടത്തിൽ ഇതും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എല്ലാം അപ്പോൾ മനസ്സിലാവല്ലോ. ഇപ്പം എല്ലാം കൊണ്ട് പഠിച്ചില്ലേ, എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചേ. ഈ സുന്ദരിപ്പെണ്ണിനെ നമുക്ക് മോഡലാക്കാം കേട്ടോ. അവിടെ തലയിരിക്കുന്നത് എന്നാ രസമാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അതിന് മുന്നായിട്ട് നിങ്ങൾ എത്ര കാര്യങ്ങൾ ഇന്ന് പഠിച്ചു നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു, ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ കരുതട്ടെ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ഒക്കെ പറയാം ഇതുപോലൊരു നല്ല ചാനലുണ്ടെന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അടുത്ത ഒരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.